ഡോക്ടർ ഉമ്മ BBC മാത്രമല്ല ആധികാരികം. ഇപ്പോൾ ഉദാഹരണങ്ങൾ വെച്ച് ആർ വി ബാബു അത് പറയുകയും ചെയ്തു. നോക്കൂ, ഡോക്ടർ ഉമ്മ റസാക്കർമാരെ സൃഷ്ടിച്ച് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുവേട്ട തുടരുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നത് ശരിയല്ല. പ്ലീസ്, ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ അയച്ചു തരാം തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെയും കെട്ടിത്തൂക്കിയ മൃതദേഹങ്ങളുടെയും ദൃശ്യങ്ങൾ ഞാൻ അയച്ചു തരാം. ജമാഅത്തെ ഇസ്ലാമി അല്ല, പറയട്ടെ ജമാഅത്തെ ഇസ്ലാമി അല്ല, RSS അല്ല, വേറെ ഏതെങ്കിലും സംഘടന ഏതെങ്കിലും ഒരു മനുഷ്യജീവൻ അപഹരിക്കുന്നുണ്ടെങ്കിൽ, ധ്വംസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഈ പോസ്റ്റ് ട്രൂത്തിന്റെ കാലത്ത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി മാത്രമല്ല, RSSനെ പറ്റി നേരത്തെ പറഞ്ഞു ഗുജറാത്തിൽ നടന്നത് ശരിയല്ല, പക്ഷെ മലബാർ കലാപ വേളയിലാണ് നടന്നതെന്ന് അംബേദ്കർ പറഞ്ഞു. അംബേദ്കർ അതുപോലെ വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചിലത് ഇപ്പോൾ ഉദ്ധരിക്കാൻ പോലും പറ്റില്ല. അംബേദ്കറിന്റെ പല കൃതികൾ പോലും നമുക്ക് ലൈബ്രറികളിൽ പോലും വെക്കാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് പശു. ആ പശുവിന്റെ ഇതിനെപ്പറ്റി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പശു ഇറച്ചി ബ്രിട്ടീഷുകാർ സമൃദ്ധമായി മൃഷ്ടാന്നം കഴിക്കുമ്പോൾ ആ ബ്രിട്ടീഷുകാരെ പശു അറക്കുന്നതിൽ യാതൊരു പ്രതിഷേധവും കാണിക്കാതെ അപ്പുറത്തുള്ള പാവപ്പെട്ട മുസ്ലിം വീട്ടിൽ പശു അറക്കുമ്പോൾ സ്വാതന്ത്ര്യ പൂർവാനന്തര രാജ്യത്ത് ഇവിടുത്തെ വർഗീയവാദികൾ, ഇവിടുത്തെ തീവ്ര വർഗീയവാദികൾ ചെയ്തതിനെ കുറിച്ച് ഞാനല്ല പറയുന്നത്. BJPയുടെ മുൻ മന്ത്രിയായിരുന്ന ശ്രീ MJ അക്ബർ ബ്ലഡ് ബ്രദേഴ്സ് എന്ന പുസ്തകത്തിൽ എഴുതിയതൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ എന്താണ്, മുസ്ലിങ്ങൾ ബീഫ് കഴിക്കുമ്പോൾ മാത്രമേ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ചിലർക്ക്. മറിച്ച് ഹിന്ദുക്കളോ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ തന്നെ അന്നത്തെ ക്ഷത്രിയർ പലരും ബീഫ് കഴിച്ചിരുന്നു. ഇന്ന് തന്നെ കേരളത്തിലെ പല BJP നേതാക്കളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അവർ ബീഫ് കഴിക്കുന്നവരാണ്. ഞാൻ അവരുടെ കൂടെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ നന്നായി ബീഫ് കഴിക്കും. മുസ്ലിങ്ങൾ ബീഫ് കഴിക്കുമ്പോൾ മാത്രം ബീഫ് കഴിക്കുന്നത് പ്രശ്നമാകും. പിന്നെ മോബ് ലിഞ്ചിങ്ങിന്റെ കണക്കത്ത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രെയിനിൽ കയറിയിട്ട് സുരക്ഷയ്ക്ക് നിയുക്തനായ ഒരു ഉദ്യോഗസ്ഥൻ പേര് ചോദിച്ച് താടി നോക്കി വെടിവെച്ച സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. നേരത്തെ ശ്രീ ആരിഫ് ഹുസൈൻ ജനസൈഡിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം പലസ്തീൻ ജനസൈഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? 1948 അതുവരെ ഇല്ലാത്തൊരു രാജ്യം ഉണ്ടാക്കുക. ആ രാജ്യത്തിനെ പറ്റി എന്താ പറഞ്ഞത്? അദ്ദേഹം കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. 13th ട്രൈബ് എന്ന് പറഞ്ഞാൽ ആർതർ കെസ്ലർ എന്ന ജൂത എഴുത്തുകാരൻ എഴുതിയ പുസ്തകം വായിക്കൂ. ഈ 13th ട്രൈബിൽ ആർതർ കെസ്ലർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് വാസ് വൺ നേഷൻ ഗിവിംഗ് എ സെക്കൻഡ് നേഷൻ എ തേർഡ് നാഷൻസ് ലാൻഡ് എന്ന് പറഞ്ഞത്. അത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ മറ്റൊരു രാജ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ പലസ്തീന്റെ ഭൂമി മൂന്നാമതൊരു രാജ്യത്തിന് ജൂതന്മാർ കൊടുക്കായിരുന്നു. ഈ ജൂതന്മാർ അവിടുത്തുകാരാണ്. അവരുടെ ജനിതകമായ പരിശോധന ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നടത്തി. അവർക്ക് പഴയ ജൂത സെമിറ്റിക് രക്തമായിട്ട് ബന്ധമല്ല. മാത്രമല്ല, ടർക്കിയിൽ നിന്ന് ധാരാളം ജൂത മതത്തിലേക്ക് പരിവർത്തനം പാടില്ല എന്ന് പറയുന്ന ജൂതമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരാ. അവരിപ്പോ ഇതാ നേതാന്യാഹു എവിടുന്ന വരുന്നത്, ഇതിനു മുമ്പ് ഗോൾഡമീർ എവിടുന്ന വരുന്നത്, കൊളോണിയലിസത്തിന്റെ ഏറ്റവും വലിയ അവശിഷ്ടവും ഏറ്റവും വലിയ ജനസൈഡുമാണ് അവിടെ നടന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 1971 ജനസൈഡ് അല്ല, 1971 ഒന്നും ഞാൻ ന്യായീകരിക്കും. മനുഷ്യജീവൻ അത് ആരുടെ ജീവൻ. പക്ഷേ ഇപ്പോൾ എക്സാജറേറ്റഡ് എന്ന് പറയുന്നത് പലസ്തീനികളുടെ ജനറ്റിക് സാമ്പിൾ ഇതിൽ നടത്തിയിരുന്നു. ഞാൻ പറയട്ടെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നടത്തിയതനുസരിച്ച് അവർക്ക് ജൂതന്മാരുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത്. വേണേ ഞാൻ കാണിച്ചു തരാം. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ പലസ്തീനികൾ വരുന്നത്, നിങ്ങൾ ഇന്ന് വിളിക്കുന്ന പലസ്തീനികൾ മിക്കവാറും ജോർദാനികളാണ്. നിങ്ങൾ ഇന്ന് പലസ്തീനികളെന്ന് വിളിക്കുന്ന ആളുകൾ മിക്കവാറും ഈജിപ്തികളാണ്. നിങ്ങളൊന്ന് പറയൂ, എവിടെയാണ് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഹിസ്റ്ററിയിലുള്ളത്? നിങ്ങൾ കാണിച്ചത് നിങ്ങൾ പറയണ പണി. ഞാൻ പറഞ്ഞു നിങ്ങൾ അല്ല ഇതാരപ്പം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മിസ്റ്റർ ആരിഫ് ഹുസൈൻ തെരുവത്ത് എക്സ് മുസ്ലിമാണ്. ഞാൻ പറയട്ടെ, താങ്കൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ പറയട്ടെ, താങ്കൾ ബൈബിൾ വായിച്ചോന്നറിയില്ല. ബൈബിളിൽ പറയുന്നത് അനുസരിച്ച് ഫിലിസ്റ്റൈനുകൾ, കനാനൈറ്റുകൾ, പിന്നെ അമോറൈറ്റുകൾ, അമോബൈറ്റുകൾ തുടങ്ങിയ ട്രൈബുകൾ അബ്രഹാം പ്രവാചകൻ എന്ന് അവർ പറയുന്നത്. നിങ്ങൾ ഒരു പ്രവാചകനിലും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു മതങ്ങളൊക്കെ കൂടി കെട്ടിപ്പിടിക്കുന്ന കാഴ്ച വെറും ഫോട്ടോയിൽ മാത്രം. ഞാൻ ഫോട്ടോയിൽ അല്ലാതെ ബൈബിൾ ഖുർആനിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കാണിച്ചു. നിങ്ങൾ ഖുർആനിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് കാണിക്കുന്നത് ഫോട്ടോ കാണാനല്ല, ഫോട്ടോ ഉള്ള കാലത്തിന്റെ ഞാൻ പറഞ്ഞേട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആർവി ബാബു നിങ്ങൾ ഖുർആനിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഒരൊറ്റ ബംഗ്ലാദേശിലോട്ട് പറഞ്ഞു. ലോകത്ത്
എന്ത് നിങ്ങൾ കളിമ ചെല്ലരുത്. നിങ്ങൾ കളിമ ചെല്ലിയ പിന്നെ എന്തിനു പറ്റും? നിങ്ങൾ ദയവായി കളിമ ചെല്ലരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ രഹസ്യമായി നടത്തുന്ന ഫോൺ സംഭാഷണമൊക്കെ അല്ല നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. നിങ്ങൾ ദയവായിട്ട് ഇങ്ങനെ വരരുത്. നിങ്ങൾ ഇവിടുന്ന് എത്ര അകലത്തിൽ പോകുന്നോ അത്രയും ഞങ്ങൾക്ക് ഭാഗ്യം. പാർട്ടി നിങ്ങൾ എന്താണ് നിങ്ങളുടെ അജണ്ട എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അല്ല ദയവായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. എന്താ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഖുർആന്റെ വ്യാഖ്യാനം ലോകത്ത് ഒരു ഹിന്ദു കൊല്ലപ്പെടുകയാണെങ്കിൽ കാട് നണങ്ങളും കയറിയിട്ടുണ്ട്. ആരിഫ് ഹുസൈൻ കയറിയത് കാടല്ല. ആരിഫ് ഹുസൈൻ പലസ്തീനെ പറ്റി പറഞ്ഞ കാടല്ല. ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനുള്ള മറുപടി ഞാൻ പറയുന്നത്. നിങ്ങളിവിടെ പറഞ്ഞ നുണകൾ ഇവിടെ പൊളിച്ച് കാണിച്ചാൽ നിങ്ങളുടെ ആ ജാള്യതയാണ് നിങ്ങൾ ഇവിടെ വെപ്രാളമായിട്ട് പുറത്തെടുക്കുന്നത്. അതിവിടെ വിലപ്പോവില്ല. നിങ്ങൾ വിഷയത്തിൽ പറഞ്ഞാൽ നമുക്ക് ബാക്കി പറയാം. എനിക്ക് എന്തിന് ജാള്യത? എന്തിന് ഞങ്ങളടുത്ത് ജാള്യത വേണ്ടത്? ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ മുമ്പിലൊന്നും ഞാൻ ജാള്യത ഉണ്ടാവില്ല. എനിക്ക് എന്തിന് ജാള്യത വേണമെങ്കിൽ വന്നോളൂ. ഏത് പരസ്യത്തിന് ഞങ്ങളോട് ചെയ്യാറാ? എനിക്ക് നമുക്കൊരു ദിവസം ഇരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു പരസ്യ സംവാദം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ മാത്രമേ എനിക്ക് സമയമില്ല. കാരണം വെല്ലുവിളി വെച്ചു ഏറ്റെടുത്തപ്പോ അപ്പൊ തന്നെ മുങ്ങി. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് അതിനുള്ള ത്രാണിയില്ല. അത് തന്നെയാണ് ഈ പറഞ്ഞത്. നിങ്ങൾ മൃഗ ഡോക്ടറാണോ എന്നാണ് എന്റെ ഡൗട്ട്. ത്രാണിക്ക് മാത്രം നിങ്ങളില്ല മിസ്റ്റർ. കഴിയും. ഇത് കഴിയുമ്പോൾ നമുക്ക് സംവാദത്തിന് ഇരിക്കാം. ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് ഇരിക്കാം. ലോക സമാധാനത്തിന് ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയാകുന്നത് ഏത് വിഭാഗമാണ്? ഞാൻ തെളിയിച്ചു കാണിച്ചു തരും അത് ഇസ്ലാമാണെന്നുള്ളത്. നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്റെ കയ്യിലുള്ളത് കാരൻ ആംസ്ട്രോങ്ങിന്റെ പുസ്തകമാണ്. ഈ കാരൻ ആംസ്ട്രോങ് നിങ്ങൾ അതൊക്കെ അവിടെ വെക്കൂ. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ 2024 അത് ഇസ്ലാമാണ് എന്ന് ഞാൻ തെളിയിച്ചു കാണിച്ചു. അത് നിങ്ങൾക്ക് മറിച്ച് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക. ഇതിനുശേഷം നമുക്ക് മറ്റൊരു വേദിയിൽ അത് ചെയ്യാം. ഞാൻ പറയട്ടെ, എല്ലാ മതങ്ങളും പറഞ്ഞേട്ടെ ലോകത്തെല്ലാ മതങ്ങളും രക്തച്ചൊരിച്ചിൽ. എനിക്ക് നിങ്ങളോട് എന്തിനാ ധൈര്യക്കുറവ്? പരസ്പര വെല്ലുവിളിക്കേണ്ടതല്ലോ. അത് അത്രേ ഉള്ളൂ. നിങ്ങള് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമാണെന്നാണ്. നിങ്ങൾക്ക് അറിയൂല. അമീൻ മലൂഫ് എന്നാണ് അറിയപ്പെടുന്ന ഫ്രഞ്ച് ക്രിസ്ത്യൻ എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞ് ഞങ്ങളോട് പറയാം. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയരുത്. അപ്പൊ ഞാൻ ഈ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷെ BBC ഉദ്ധരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. ലോകത്ത് ചില ചാനൽ BBC മാത്രമല്ല ഹിന്ദു പോലും ഈ റിപ്പോർട്ടിൽ എഴുതുമ്പോൾ എപ്പോഴും എഴുതിയത് റിപ്പോർട്ട്സ് എന്നുള്ളത് അവർ പലപ്പോഴും അത് കൊട്ടേഷൻ മാർക്കിലാട്ടത്. അത് ഒരാളെ പക്ഷെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവർ പറയുന്നത്, അവരിൽ ചില ആളുകൾ പറയുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ ബംഗ്ലാദേശിലെ ഹിന്ദു നേതാവിന്റെ പേരുദ്ധരിച്ചു. ആ നേതാവ് പറയുന്നത് ഗോവിന്ദ് പ്രമാണിക് എന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ നോക്കൂ. അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ ആസൂത്രിതമായ ആക്രമണമില്ലാന്ന്. മാത്രമല്ല ഇപ്പൊ ഇന്ത്യയിൽ ആ ബംഗ്ലാദേശിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ അവിടെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആളുടെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് ബിധാൻ രഞ്ജൻ റോയ് എന്നാണ്. ഇന്ത്യയിൽ ക്യാബിനറ്റിൽ ഏത് മുസ്ലിം ഉണ്ട്? നമ്മൾ പറയുന്നത് 8% മാത്രമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ എണ്ണം. പക്ഷെ അവിടുത്തെ ക്യാബിനറ്റിൽ, അത് മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല ക്യാബിനറ്റിൽ ഒരു ഹിന്ദു ഉണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ക്യാബിനറ്റിൽ ഒരാളെ പറഞ്ഞു തരൂ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ സഹിഷ്ണുത എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവണ്ട. അത് നിരീശ്വരവാദികൾക്കും ഉണ്ടാവണ്ട. തീരെ സഹിഷ്ണുത അല്ലാത്ത എൻ്റെ അഭിപ്രായത്തിൽ ഈ നിരീശ്വരവാദികൾക്ക്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അല്പ സഹിഷ്ണുത ഉണ്ട്. അവരൊക്കെ പലപ്പോഴും സഹിഷ്ണുത കാണിച്ച ചരിത്ര സന്ദർഭങ്ങൾ എത്രയുണ്ട്. പക്ഷെ ഒരിക്കലും സഹിഷ്ണുത കാണാതെ മതത്തിനെ മുഴുവൻ പിഴുതെറിഞ്ഞത് ആരിഫ് ഹുസൈന്റെ നിരീശ്വരവാദത്തിൽ ഇതുപോലെയുള്ള വലിയ ഒന്നും ലഘൂകരിക്കുന്നില്ല. അതാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. കേട്ടില്ല. താങ്കൾ ഇപ്പോഴും BBC-യെ മാത്രമാണ് ആശ്രയിക്കുന്നത്. BBC പറഞ്ഞ എന്തോ അതാണ് താങ്കൾക്ക് വേദവാക്യം. BBC-യെ മാത്രം എന്നല്ല ഞാൻ പറഞ്ഞത്. ലോകത്തുള്ള ചില ചാനലുകൾ, ഒന്ന് BBC, അൽ ജസീറ. ഞാൻ പിന്നെ റിപ്പബ്ലിക് TV ചാനലിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. എത്രയോ തവണ റിപ്പബ്ലിക് TV ഇന്ത്യയിലെ ജനൻ ടിവിയുടെ ഡാക്കാലേഖകൻ ആരാണ്? അദ്ദേഹത്തിന് ടെലിഫോൺ നമ്പർ ഞാൻ അദ്ദേഹത്തോട് വിളിച്ചോളാം. അല്ല, ജനൻ ടിവിയുടെ ഡാക്ക ടെലിഫോൺ നമ്പർ അമ്മക്ക് എല്ലാവർക്കും ലോകത്തുള്ള ചില മാധ്യമങ്ങളുണ്ട്. ഇന്ന് ബംഗ്ലാദേശിൽ ഒരു പത്രം കത്തിക്കാൻ വേണ്ടി കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതായത് അവാബി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ആ പത്രം ഓഫീസ് തന്നെ കത്തിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലും ചില സ്വതന്ത്ര പത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരും ചില സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതിൽ ഈ കലാപകാരികൾ, ഈ ഹിന്ദു വംശഹത്യ നടത്തുന്നവർ, ഹിന്ദുക്കളെ വേട്ടയാടുന്നവർ പ്രകോപിച്ചിട്ട് കാര്യമില്ലല്ലോ. പത്രം കത്തിച്ചതുകൊണ്ട് സത്യം മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ.
അല്ല ഹിന്ദുക്കളെ നല്ല ആരെയും വേട്ടയാടാൻ പാടില്ല. അല്ല ഹിന്ദുക്കളെ നല്ല ആരെയും വേട്ടയാടാൻ പാടില്ല ഒരു രൂപത്തിലും. ഹിന്ദുക്കളുടെ ജീവൻ ഞാൻ വിചാരിക്കുന്നത് പാവനമാണെന്നാണ്. അല്ല നോക്കൂ ഇപ്പോ അല്ല താങ്കൾ തന്നെ ഈ സംബാൽ വെടിവെപ്പിനെ കുറിച്ച് വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. പക്ഷേ അല്ല ആ വൈകാരികത ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ താങ്കൾക്കില്ല. ആ വൈകാരികത ഇല്ല. ഹിന്ദു വംശഹത്യ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞത് ആളുകൾ മരിച്ചപ്പോൾ അല്ലെ ഞാൻ പറഞ്ഞു കേട്ടെ 9 ഹിന്ദുക്കളാണ് മരിച്ചതെന്നാ പറയുന്നത്. ആകെ 9 ഹിന്ദുക്കളാണോ ബംഗ്ലാദേശിൽ മരണപ്പെട്ടത്? പ്ലീസ് ഡോക്ടർ ഓമർ ഇങ്ങനെ കള്ളം പറയാതെ, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ. റിപ്പോർട്ടിൽ കണ്ടത് ഞാൻ വേണമെങ്കിൽ റിപ്പോർട്ടിൽ കാണിച്ചു തരാം. നമ്മളും BBC-യും മറ്റു മാധ്യമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് കേട്ടോ. ഇപ്പൊ താങ്കളെ പോലെ അത്ര നോളജ് ഇല്ലെങ്കിലും ഇതെല്ലാം ഫോളോ ചെയ്യുന്നവരാണ്. ബംഗ്ലാദേശിലെ പത്രങ്ങളടക്കം നോക്കുന്നതാണ്. ഇനിയിപ്പോ കൂട്ടക്കൊല നടന്നിട്ടില്ല, അത് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. പ്ലീസ് താങ്കൾ ഇത് പത്രം വായിച്ചെന്ന് പറയൂ. അല്ല കൂട്ടക്കൊല ഞാൻ അനിൽ നമ്പ്യാർ ഒരു കാര്യമുണ്ട്. ലോകത്ത് ചിലത് മാത്രം ഓർമ്മിക്കപ്പെടുകയും ചിലത് മറക്കപ്പെടുകയും ചിലത് മറക്കാൻ ഓർമ്മിക്കപ്പെടുകയും ചിലത് ഓർമ്മിക്കാൻ മറക്കപ്പെടുകയും ചെയ്യുന്നതാണ് ലോകചരിത്രം. ഇപ്പോൾ നേരത്തെ ഗോദ്രയുടെ സംഭവം ഇവിടെ പറഞ്ഞു. ഗോദ്രയേക്കാൾ മുമ്പ് ഇന്ത്യയിലെ 60ഓളം ഹിന്ദുക്കളെ 60 നേരത്തെ അദ്ദേഹം പറഞ്ഞ 60 എന്നാണ്, അവിടെ 40 എന്നാണ് ഞാൻ വായിച്ച കണക്ക്. പക്ഷേ ഗോദ്രക്ക് മുമ്പ് ഇന്ത്യയിൽ വലിയൊരു ഹിന്ദുഹത്യ നടന്നിരുന്നു. എവിടെയാണെന്നറിയോ? കിൽവൻ മേണി എന്ന തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ ദലിതരായ 40ഓളം ആളുകളെ കൂട്ടത്തോടെ ചുട്ടുകൊന്നിരുന്നു. അതിനെപ്പറ്റി ഒരു നോവലിൽ തന്നെ എഴുതിയിട്ടുണ്ട് മീന കന്ദസ്വാമി. അത് ഇന്ത്യയുടെ മനസ്സിൽ എവിടെ ഉണ്ടോ? ആരെങ്കിലും അനുസ്മരിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിനാരായിരുന്നു ഉത്തരവാദികൾ? നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ഇരവാദം മുഴക്കുന്ന പരിപാടി ഹിന്ദുക്കൾക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇരവാദം മുഴക്കി ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടി ഹിന്ദുക്കൾക്കില്ല, ജൂതന്മാർക്കും ഇല്ല. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. കാക്കമാർ കുറച്ച് കുറയ്ക്കേണ്ട സാധനമാണത്. ഓക്കെ